നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും പെരുമഴ അതിരാവിലെ തുടങ്ങിയ എനിക്ക് 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് കുറയുന്നില്ല. ഇപ്പം ഈ പെരുമഴയത്തും എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങപ്പാറയ്ക്കടുത്ത് ഒരു വീട്ടിൽ, ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥി ഇഴഞ്ഞു പോയി ചെടിയുടെ മറ്റേ ഇടയിൽ കൂടെ ഇറങ്ങി ഒരു ടാങ്ക് പോലത്തെ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങി ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നായി കുരയ്ക്കുന്നത് കണ്ടിട്ടാണ് അവർ നോക്കിയത്. അവർ കണ്ടു. ആ സമയം തൊട്ട് കുട്ടികളോട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമുക്ക് പോകാൻ, നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആര് ആണെന്ന്. കണ്ടല്ലോ മഴ, നല്ല മഴ, നല്ല കൂര. അപ്പോൾ നോക്കി നല്ല മൂടിക്കിടക്കുന്നു. അതിലുപരി എന്താ പറയുക, മഴ ഒരു രക്ഷയില്ല. മഴ ഉണ്ടല്ലോ, മഴ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും മരച്ചില്ലുകളൊക്കെ ഒടിഞ്ഞു വീണൊരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ആദ്യം അവരൊന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമ്മുടെ അതിഥിയെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം മക്കളെ, സുഖമായിരിക്കുന്നല്ലോ? ഇവരൊക്കെ എൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറയുന്നുണ്ട്. ഈ വീട്ടിൽ ഒരുപാട് ഇതെല്ലാം പറമ്പാണ്, മുകളിലൊരു വലിയ പറമ്പാണ്. ആ പറമ്പിൽ നിന്നൊക്കെ കോമ്പൗണ്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് കുഴിയായിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നിറങ്ങുന്നത്. അങ്ങനെ ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു 7 പ്രാവശ്യം അതിഥികൾ പിടിവിട്ടുണ്ട്, കുഞ്ഞു നദികളെ അല്ലേ. നമ്മൾ അണലിയെ പിടിച്ചിട്ട് എത്ര വർഷമായിക്കണം നമുക്ക്? ലാസ്റ്റ് കുഞ്ഞ് അണലി എടുത്ത് 2 വർഷമായിക്കണം, 3 വർഷമായിക്കണം. 3 നമുക്ക് കുറേ കിട്ടിയില്ലേ? നമ്മൾ പറമ്പൊക്കെ വൃത്തിയാക്കിയ സമയത്ത് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറമ്പ് വൃത്തിയാക്കി കുറേ അണലി കുഞ്ഞുങ്ങൾ എടുത്തിട്ട് സ്ഥലം, പിന്നെ മൂർഖനെ ഞാൻ എടുത്തിട്ടുള്ള സ്ഥലം. ഇതെല്ലാം ഒരു വലിയ ആരുടെ ഒരു 5-8 ഏക്കർ പറമ്പാണ്, അതിനൊന്നും കോമ്പൗണ്ടില്ല. അപ്പോൾ പോകുന്നത് മൊത്തം ഇത് കുഴിയാണ്ട് നേരെ ഇങ്ങ് വന്നിറങ്ങി. അപ്പോൾ ഇവിടെ നായോ അല്ലെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഇവർ കാണും, ഉടനെ തന്നെ വിളിക്കും ഞങ്ങളെ പെട്ടെന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ മക്കളിപ്പോൾ എന്തോന്നിനായി? ഒക്യുപേഷൻ തെറാപ്പി. മോനോ? പഞ്ചാബിൽ. അടിപൊളി. അപ്പോൾ എന്തായാലും സൂപ്പർ. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താ പറയുക, എൻ്റെ കൊച്ചു കൂട്ടുകാരാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള സുഹൃത്ത്. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ അതിഥിയെ കണ്ടാൽ ഉടനെ അച്ഛൻ പറയും, ഉടനെ മക്കളെ അങ്കിളിനെ വിളിച്ചോന്ന് പറയും. അപ്പോൾ ഒരു കുഞ്ഞ് ചേരയെ കണ്ടാലും മതി ഉടനെ. അപ്പോൾ ഞാൻ തിരുവനന്തപുരം എവിടെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ വരും. കാരണം അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം. മക്കൾ ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തിറങ്ങി ചിക്കുവിനെ മാറ്റി അപ്പോഴെന്നെ അകത്തോട്ടാക്കി. ഓ, ചിക്കുവിന് ചപ്പൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് തന്നെ വന്നിറങ്ങി അല്ലേ? എങ്ങോട്ട് കിട്ടും? ആ സമയത്തിന് നിങ്ങളുണ്ട്. പെരുമഴയായിരുന്നു. മഴയത്ത് മാറിയിട്ടൊന്നുമില്ലല്ലോ? നിങ്ങൾ മാറിയിട്ടൊന്നുമില്ലല്ലോ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, അച്ഛനുണ്ട്, അച്ഛൻ തൃശ്ശൂർ കോളേജിലാണ്. അപ്പോൾ അമ്മയുണ്ട്, അമ്മ പുറത്തേക്ക് വന്നില്ല. അമ്മ നമ്മളെ ക്യാമറയൊക്കെ വന്നപ്പോൾ അമ്മ നാണം കൊണ്ട് ഓടിയാണ് അകത്തേറി പോയിരുന്നത്. അപ്പോൾ ഇവർ മക്കൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് അതിഥി ഇറങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയിട്ട് സത്യമായി ഇതിനകത്താണെങ്കിൽ പോകാനായിട്ടൊരു സാധ്യതയില്ല, കാരണം ഒരു ചാല് പോലെ ഉള്ള സ്ഥലമാണ്. ഇതുണ്ട്, ഇത് വളമൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങും എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി പോകേണ്ട സാധ്യത. അവർ ആ സമയം തൊട്ട് മഴ വന്നപ്പോൾ അവർ ഇങ്ങോട്ട് മാറിയിരുന്നു. അവരിവിടെ കണ്ണെടുക്കാതെ 2 സൈഡും നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് അധികം ചപ്പുചവറുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം പണിയില്ല. മറ്റത് 8ൻ്റെ പണിയായിരിക്കും കിട്ടുന്ന അത്രയും. നമ്മൾ നോക്കി പോകുമ്പോഴേ അറിയാവുള്ളൂ ഇതിനകത്ത് വേറെ എന്തെങ്കിലും. കാരണം ഇവിടുന്ന് ഒരുപാട് കുഞ്ഞന്മാരെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഓർമ്മ. ഇവിടെ 2-3 മറ്റേ ഷീറ്റ് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും അധികം ഇല്ല. അതാ നോക്കിക്കോളൂ, 2-3 ചവിട്ടിയൊക്കെ മാത്രം ഇങ്ങനെ മടക്കിയിട്ട്. പക്ഷെ അവിടെ ഇവർ പറയുന്നു ആ സമയം തൊട്ട് ഇവരുടെ ഉണ്ട്, പോയിട്ടില്ല എന്ന്. മോശമല്ല, പാമ്പിൻ്റെ മോശമല്ല. കാരണം നോക്കി എടുത്തില്ലെങ്കിലേ അടിപൊളി. എനിക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള അതിഥിയാണ് അണലിയുടെ കുഞ്ഞുങ്ങൾ. പക്ഷെ വലുതിനെ ഇതുവരെ കിട്ടിയത് നോക്കൂ, നല്ല സൈസുള്ള അടിപൊളി ഒരു അണലി. നോക്കിയതാ, ഒരു കിടിലാണലി. ഇതിൻ്റെ വല്ലല്ലേ കണ്ടത്? അടിപൊളി. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരനും കണ്ടത് വെറുതെ ആയില്ല. നോക്കി, യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി പറയേണ്ടത് ഡോഗിനാണ്. അവൻ കുരയ്ക്കുന്ന കണ്ടിട്ടാണ് ഇവരിറങ്ങി നോക്കിയത്. അവൻ്റെ അസാധാരണമായ കുര കണ്ടിട്ട് ഇവരിറങ്ങി. അപ്പോഴാണ് കാണുന്നത് ഒരു അതിഥിനകത്തോട്ട് ഇറങ്ങും. നല്ല ആരോഗ്യമുള്ള ചേനത്തണ്ട്, വട്ടക്കൂറ, അണലി. ഇതെന്തായാലും എനിക്ക് തോന്നുന്നത് ഇതത്ര ചെറുതല്ല, സൂപ്പർ.
അത്ര ചെറുതല്ല. നോക്കിയോളൂ, ഒരു രക്ഷയില്ല. നോക്കിയേ, നമ്മൾ സാധാരണ നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ പാമ്പിനെ പിടിക്കുന്നവരൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഈ പ്രഷർ കുക്കറിലെ കാറ്റ്, നല്ല പ്രഷർ കുക്കറിൽ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് 2-3 വിസിൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി വയ്ക്കുമ്പോൾ ഒറ്റ പോക്കാണ്. നോക്കി, നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ ആണ് ഇതിൻ്റെ സൗണ്ട്. കണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ നമ്മുടെ പറമ്പിൽ, അടുത്ത പറമ്പിലെങ്ങാനും ചിലപ്പോൾ ഇദ്ദേഹം പടം പൊഴിക്കാറായി ഇരിക്കുമ്പോൾ ഈ കീരി എങ്ങനെ അടുത്തുള്ള പോയി ഇതേ ചീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇദ്ദേഹം വിറവടിക്കി വെച്ചാൽ വിറവിൻ്റെ ഷീറ്റിട്ട് മൂടിയിരിക്കുമ്പോൾ ആ ഷീറ്റിനകത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കൊണ്ട് നമ്മൾ തട്ടിയാലും ഇതേ ചീറ്റിലായിരിക്കും, ഇതേ സെയിം ചീറ്റിലായിരിക്കും, നല്ല സൗണ്ടിൽ. കണ്ടോ? ഇത് അടിപൊളി. സാധാരണ ഇതിൽ എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയത് ഇത്രയും സൗണ്ടിൽ, എനിക്ക് ഇത്രയും സൗണ്ട് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തിയാണ്. പക്ഷേ ഇത് നോക്കിയുള്ളൂ, വായി തുറന്ന് ചുണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കാണുമ്പോൾ ചുണ്ടിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. സാധാരണ അണലി എപ്പോഴും ഇങ്ങനെ വായ അനക്കി വയ്ക്കുന്ന അടുത്തത് കടിക്കാൻ വേണ്ടിയാണ്. കാരണം വളർത്തുന്ന പാമ്പിനെ റിസർച്ച് ചെയ്യുന്ന കൂടുകളിനകത്തൊക്കെ അണലിയെ കെട്ടിട്ട് അതിനകത്ത് എലിയെ തുറന്നു വിടുന്ന സമയത്ത് എലിയെ കാണുമ്പോൾ അതിങ്ങനെ വായിങ്ങനെ തുറന്ന് അനക്കിയിട്ടാണ് മിണ്ടാകുന്ന ഒറ്റപ്പടി പിടിക്കുക, എന്നിട്ട് അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ ഇര അപ്പുറത്ത് ചത്ത് വീഴുമ്പോൾ അദ്ദേഹം എടുത്ത് കഴിക്കാൻ പോയി മിണ്ടാതെ പോയി എടുത്ത് മിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് അടുത്ത പറമ്പിലെവിടെ കിടന്ന സമയത്ത് ശക്തമായിട്ടുള്ള മഴയിലോ അല്ലെങ്കിൽ ഇദ്ദേഹം കിടന്ന സമയത്ത് മേളിൽ നിന്നുള്ള തേങ്ങയോ അല്ലെങ്കിൽ മരത്തിൻ്റെ കവരമോ ചില്ലയോ എന്തെങ്കിലും ഒടിഞ്ഞ ആ ഏരിയയിൽ വീണെനിക്ക് അങ്ങനെ പേടിച്ചിട്ട് വന്നിരിക്കും. അങ്ങനെയാണ് ഇത്രയും സൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ അറ്റാക്കിങ്, അല്ലെങ്കിൽ നായോടൊപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കീരിയോടൊപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പൂച്ചയൊക്കെ എന്നെ പേടിപ്പിക്കുന്ന സമയത്തൊക്കെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും സൗണ്ടിൽ ഇത്രയും എന്താ പറയുക, ഇത്രയും ബാസിൽ സൗണ്ട് വിടുന്നത്. ഉണ്ടോ? എത്രത്തോളം ആക്റ്റീവാണ് നമുക്ക് അദ്ദേഹത്തിന് നമ്മൾ പ്രേക്ഷകർക്കൊന്ന് കാണേണ്ടതാ. ആടിപ്പെടുന്നത് നോക്ക്. ഇതാണ് യഥാർത്ഥത്തിൽ ബൈറ്റിങ്. വേണ്ട, ഈ പിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും നീളത്തിൽ നല്ല സ്പ്രിങ് ആക്ഷനിൽ അദ്ദേഹത്തിന് ബൈറ്റ് ചെയ്യാൻ കഴിയും. നല്ല ചുരുണ്ട് ഇത് ഇങ്ങനെ സാധാരണ കുഞ്ഞണലി പോലും ഈ പേടിച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവിടെ നിന്നുള്ളൊരു ബൈറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് എത്തി ബൈറ്റ് ചെയ്ത്. കണ്ടോ? ഈ ഇരിക്കുന്ന പിടി വെച്ചാൽ 4 ചുറ്റും ഇവർക്ക് ബൈറ്റ് ചെയ്യാൻ പറ്റും, ഏത് ഡയറക്ഷനിൽ. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല നോക്കുന്നത്, 4 ചുറ്റും അദ്ദേഹത്തിന് കറങ്ങി. അതറിയാലോ ഏത് ഡയറക്ഷനിലുള്ള ബൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ അണലിയുടെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഇരിക്കുന്നത് നമുക്ക് പിടി തരാതിരിക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കമ്പ് കൊണ്ട് കോരി എടുത്താലും അതങ്ങനെ ഞാൻ ഒരു കമ്പിൽ കോരി കാണിക്കാം. അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോൾ നമ്മളിതാ ഇങ്ങനെ കോരി എടുത്താലും അത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ കോരി എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അതിനെ കമ്പിൽ കോരി എടുത്ത് കൊണ്ട് കളഞ്ഞിട്ട് ഒരുപാട് പേര് എന്താ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ, നല്ല സ്മാർട്ടായിട്ട് ഇരുന്നിട്ട് അത് നല്ല ഉഷാറായിട്ട് ചുറ്റി വന്നിട്ട് കടിക്കണം. കണ്ടല്ലോ, കടി കണ്ടില്ലേ? ഇതാണ് റസൽ സോയ്പൻ്റെ. വലിയ പല്ലാണ്ട് കടി കെട്ടിക്കഴിഞ്ഞാൽ ആഴത്തിലങ്ങ് ആഴ്ന്നു പോകും. പിന്നെ അവന് തിരിച്ച് പല്ലെടുക്കാൻ പറ്റില്ല. അപ്പോൾ പരമാവധി താഴത്തെ താടിയും കൂടെ അങ്ങ് അടപ്പിക്കുമ്പോൾ പല്ലങ്ങ് കൊരുക്കും. പിന്നെ വെട്ടിപ്പിടിക്കേണ്ടി വരും. വെട്ടിപ്പിടിക്കുമ്പോൾ വലിയ മുറിവുണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ അകത്തേക്ക് പല്ലാഴ്ന്നു പോകുന്നത്, വേനം കൂടുതൽ അകത്തേക്ക് പോകുന്നത്.
കടിക്കാനുള്ള ഒരു ടെൻഡൻസി നന്നായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കടിക്കാനുള്ള സ്പ്രിങ് ആക്ഷൻ അറിയില്ല. അണലിയുടെ പ്രത്യേകത അണലി ഏറ്റവും സൂക്ഷിക്കേണ്ട അതിയാണ്. പാമ്പുകളിൽ ഏറ്റവും നമ്മൾ ഒരു പറമ്പിലൊരു അതിഥിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു അണലിയെ കണ്ടു, നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. പക്ഷേ ഒരു മൂർഖനെ കണ്ടാൽ നമ്മൾ ഭയപ്പെടേണ്ട, അദ്ദേഹം അങ്ങ് ഇഴഞ്ഞു പോയി. ഇതേ ഏതെങ്കിലും ചപ്പിനകത്ത് പതുങ്ങി ഇരുന്നിട്ട് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇതിനിപ്പോൾ അവിടെ നിന്ന് ഇവിടെ വേണമെങ്കിൽ പിടിക്കാം. ഇത്രയും കാലത്ത് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഇപ്പോൾ 2 അടിയോളം നീളമേ ഉള്ളൂ. അതാണ് ഏകദേശം ഒരു 5 അടിയുള്ള അണലിക്ക് ഏകദേശം 3 അടിയോളം നീളത്തിൽ ഇങ്ങനെ പിടിച്ച് കടിച്ച് തിരിച്ച് വരാൻ പറ്റും. കാരണം അത് ഒരുപാട് അനുഭവം. ഇപ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കുറേ പ്രാവശ്യം എടുത്ത് നമ്മൾ മേളിലോട്ട് കടിക്കും, എങ്ങോട്ട് വേണമെങ്കിലും കടിക്കാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് എപ്പോഴും സൂക്ഷിക്കണമെന്നുള്ളത് എപ്പോഴും പറയാം. നമുക്ക് വേനൽക്കാലത്ത് മാത്രമല്ല നമ്മൾ അതിഥികളെ ഭയപ്പെടേണ്ടത്, ചൂട് അല്ലെങ്കിൽ മഴ സമയത്ത് മാത്രമല്ല നമ്മൾ അതിഥികളെ ഭയപ്പെടേണ്ടത്. എപ്പോഴും അറിയാം, നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ മൂർഖൻ അതിഥികൾ പടം പൊഴിച്ചു കഴിഞ്ഞാൽ ആ പടം കണ്ടു കഴിഞ്ഞാൽ ആ ഓവൽ ഷേപ്പിൽ, അതായത് 4-6 മൂല ഉള്ള സ്കിൻസാണ് മൂർഖൻ്റെതും. അത് കഴിഞ്ഞാൽ ചേരയുടേതാണെങ്കിൽ 4 മൂലയുള്ള, അതായത് ഡയമണ്ട് ഷേപ്പിലിരിക്കുന്ന മറ്റു ഓവൽ ഷേപ്പിലിരിക്കുന്നതാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുക, മൂർഖനും അദ്ദേഹം തിരിച്ചറിയുക. പിന്നെ ഇദ്ദേഹത്തിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാറ്റേൺ, ഈ ദേഹത്ത് ഈ തൊലിയിൽ കാണുന്ന ഈ പാറ്റേൺ ഏകദേശം പടം പൊഴിക്കുമ്പോഴത്തേക്കും ഏകദേശം മങ്ങിയിട്ടാണെങ്കിൽ പോലും ഇതേപടി തന്നെ അതിലും ഉണ്ടാവും. അത് മാത്രമല്ല കട്ടിയുള്ള സ്കിന്നാണ്. മറ്റ് അതിഥികളെ അപേക്ഷിച്ച് തൊലിക്ക് സ്കിന്നിന് കട്ടി കൂടുതലാണ്. ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. അണലിയുടെ ഡെലിവറി, പ്രസവം കഴിഞ്ഞു. അണലി അതിഥികളുടെ പ്രസവം കഴിഞ്ഞു. മൂർഖൻ അതിഥിയുടെ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ 4 വഴിക്കും സഞ്ചരിച്ച് പോകുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ എൻ്റെ അമ്മമാരുടെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളോട് പറയാനുള്ളത്, അതിഥി തൊഴിലാളികളായിക്കോട്ടെ അല്ല മറ്റേത് നമ്മുടെ മലയാളികളായിക്കോട്ടെ, ആരെങ്കിലും ഇപ്പോൾ പറമ്പ് വൃത്തിയാക്കാൻ നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു കാരണവശാലും അവരോട് ചവറുകൾ കൈകൊണ്ട് വരാൻ അനുവദിക്കരുത്. കൊട്ട വെച്ചിട്ട്, കൊട്ടയിൽ മൺമട്ടി വെച്ച് വലിച്ചിട്ട് ആ കൊട്ട കൊണ്ട് എവിടെയും തട്ടി മാത്രം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം പാമ്പ് കൈകളിൽ കടി കിട്ടിയ ഒരുപാട് കേസ്. അപ്പോൾ ഹംബിനോസർ ടൈപ്പിൻ്റെ പയർ പറിക്കുന്ന കൈകളിൽ കടി കിട്ടി അണലിയുടെ ആ ഒരു ഫാമിലി, ഹംബിനോസർ, മലബാർ, അണലിക്കുഞ്ഞുങ്ങൾ, ഇവയുടെ കടി കിട്ടിയ ഒരുപാട് കേസുകളാണ് ഈ വർഷം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ മൊബൈലിലേക്ക് എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അറിയാമല്ലോ. നമുക്ക് ഏറ്റവും നീളമുള്ള പല്ലാണ്, ഏറ്റവും വലിയ പല്ലാണ്. അപകടകരമായ രീതിയിൽ പെട്ടെന്ന് ബൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഴിവുകൂടി ഇവർക്കുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നിങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മളെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കയ്യിൽ കടിച്ച 1, 2, 3, 4, 5 അനുഭവങ്ങളല്ല, ഒരുപാട് റസൽസ് വൈപ്പറിൻ്റെ ബൈറ്റ് ഇങ്ങനെ ഹൂക്കിൽ കോരിയിട്ട് ചാക്കിലേക്ക് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചാക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഹൂക്കിൽ കോരിയിടുമ്പോൾ ആ ഹൂക്ക് വഴി ഒന്നും ഇവിടെ കടിച്ച ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ അണലി വർഗ്ഗങ്ങളുടെയും സ്കിൻസ് ഇങ്ങനെയല്ല, ഡിസൈൻ ഇങ്ങനെയല്ല. ചിലത് കുറച്ച് കറുപ്പ് കൂടി, ഇപ്പോൾ നമുക്കൊരു കാപ്പിപ്പൊടി കളർ കൂടുതലാണ്, മറ്റേതൊരു കറുപ്പ് കളർ. ഈ ഡിസൈൻ വരുന്ന ചേനയുടെ വട്ടത്തിൽ, നമുക്കറിയാം ചേന വീട്ടിൽ നമ്മൾ വളർത്തുന്ന ചേനയുടെ തണ്ടിലുള്ള സെയിം വട്ടമാണ് ഇതിൻ്റെ ദേഹത്ത് കാണുന്നത്. ഇത് രണ്ടും നോക്കി ഒരേപോലെ, പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി കറുപ്പായിരിക്കും ചില അണലി അതികളിൽ കണ്ടത്, ചിലത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒരു ഡിസൈനാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം, നിസ്സാരമായിട്ട് കാണും. സാധാരണ എല്ലാ അണലികളും ഇങ്ങനെ ഇത്രയും ചുറ്റി ഇരിക്കാറില്ല, ഇത്രയും ചുറ്റി സാധാരണ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ മറ്റേത് പെട്ടെന്ന് ഒന്ന് ഇഴഞ്ഞ് അങ്ങനെ പൊത്തി കയറി, അല്ലെങ്കിൽ പെട്ടെന്ന് 2 പ്രാവശ്യം ഇങ്ങനെ കടിക്കുക അങ്ങ് പോവുക. ഇത് എന്തോ ജീവിയെ കണ്ട് പേടിച്ചതിന് ശേഷമാണ്. നല്ല ഒന്നുകിൽ കീരിയായിട്ട് ഫൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയായിട്ട് ഫൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ കിടന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശിഖരങ്ങളെല്ലാം ഒന്ന് ഒടിഞ്ഞു വേണ്ടിക്കും, അങ്ങനെയൊക്കെ പേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അറ്റാക്കി മൂഡ്. എനിക്ക് വന്നത് ആ ചുണ്ട് അതിൻ്റെ ഇടയിൽ ഇറക്കി വെച്ചിരിക്കുന്നുണ്ട്, വായ അനക്കി ഇങ്ങനെ ചുണ്ട് കൂടെ ഇങ്ങനെ വായി തുറക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം, അടുത്തത് ജമ്പ് ചെയ്ത് പിടിക്കാന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങൾ പയ്യുവിനെയൊക്കെ കെട്ടാൻ പോകുമ്പോഴത്തേക്കും ആയിരുന്നാലും, ചുള്ളി ശേഖരിക്കാൻ പോകുന്നവരായിരുന്നാലും, പുല്ല് ശേഖരിക്കാൻ പോകുന്നവരായിരുന്നാലും ഒക്കെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ എന്താ പറയുക, വടിയൊന്നും ഇട്ട് തട്ടാതെ നടന്ന് പോകരുത്. അപ്പോൾ നിങ്ങൾ അറിയാതെ ചെന്ന് ചവിട്ടും, അവരുടെ കടി വാങ്ങും, അത് അപകടമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നിർബന്ധമായിട്ട് നീളമുള്ള, നമ്മൾ ഒരു 5 അടിയോളം നീളമുള്ള വടി ഉപയോഗിക്കുക. വടി ഉപയോഗിച്ചിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ തട്ടി അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് തട്ടിയിട്ട് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ അവിടെ എന്തെങ്കിലും എഴുജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പെട്ടെന്ന് ഇഴഞ്ഞ് അടുത്ത പറമ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത ചപ്പിനകത്തേക്കോ അടുത്ത മാളത്തേക്കോ ആ തട്ടുന്ന സ്ഥലത്തുകൂടി മാത്രമേ നിങ്ങൾ നടന്നു പോകാൻ പാടില്ല. ഇല്ലെങ്കിൽ ചവിട്ടും കടി വാങ്ങിക്കും, അത് അപകടമാണ്. ഒരിക്കലും അപകടം വിലയ്ക്ക് വാങ്ങരുത്. അതുപോലെ ഒന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നൊരു അണലിയുടെ കടി കെട്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർ പാമ്പ് കടിയിട്ടല്ല ഒരു കാരണവശാലും വീടുകളിൽ ചികിത്സിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. എന്തായാലും അവർ അത് കേൾക്കാതെ ഒരു വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കുറച്ച് സമയം ഡിലേ ആയിട്ട് ലേറ്റായി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടേക്ക് കൊണ്ടുവന്നു. അവസാനം രാത്രിയായപ്പോൾ ഈ ഹംബിനോസർ കഴിച്ചിട്ടാണ് വായിക്കൂടിയൊക്കെ മഞ്ഞ ദ്രാവം ഒലിച്ചു വരുന്നു, വായിക്കൂടെ ബ്ലഡ് വരുന്നുണ്ട്, യൂറിനിൽ കൂടെയൊക്കെ ബ്ലഡ് വരുന്നുണ്ട്, കാലിൽ നല്ല നീരുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും പേടിക്കേണ്ടതില്ല. പക്ഷേ എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി
ഹംപിനോസർ പിറ്റ് വൈപ്പർ കടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ 2024 2 പേര് മരണപ്പെട്ടു എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ ഒന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കുക, എല്ലാം എന്താ പറയുക ഗൗരവത്തോടു കൂടി. അപ്പോൾ നമ്മളെയൊക്കെ പിള്ളേർ ചെയ്യുമ്പോൾ ലാഘവത്തോടെ അത്രേ ഉള്ളൂ എന്നുള്ള കണ്ട് അത് നമ്മുടെ ജീവനാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും ഏത് പാമ്പിൻ്റെ വനമാണെന്ന്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം, ഒരു വലയിൽ ഒരു പാമ്പ് കുരുങ്ങി. പാമ്പിൻ്റെ കളറ് ലൈറ്റ് ഒരു ചാര കളറിൽ ഒറ്റ വരയുള്ള ത്രികോണാകൃതി തലയിരിക്കുന്ന എന്താ പറയുക ചുവർ പാമ്പ്, വെള്ളിക്കോലൻ, വെള്ളി വരയൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ കടിയാനായിട്ട്. പക്ഷേ അത് കടി കിട്ടിയിട്ട് തൊട്ടടുത്തുള്ള ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ട്, എനിക്കൊന്ന് കൊല്ലം ജില്ലയ്ക്കകത്താണെന്നാണ് എൻ്റെ ഓർമ്മ, അതേ പത്തനംതിട്ടയിലാണെന്നല്ലോ, കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് ശംഖുവരയനാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു എന്ന് പറയുന്നു. എന്തായാലും ഈ പാമ്പ് ചുവർ പാമ്പാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ വെള്ളിവരയനാണെന്ന് എല്ലാവർക്കും അറിയാം, പാമ്പിനെ പിടിക്കുന്ന എല്ലാവർക്കും അറിയാം. എനിക്കയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യം നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്ചാർജ് വാങ്ങിച്ച് പോക്കോളാം പറഞ്ഞു. ഇല്ല, അത് ഡോക്ടർമാർ പറഞ്ഞ് സീരിയസ് ആണ്, അതിന് ഉടനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വനമില്ലാത്ത പാമ്പിൻ്റെ കടി കിട്ടിയിട്ട് വനമുള്ള പാമ്പാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ട്രിപ്പും കൊടുത്ത് വെറുതെ TTയും കൊടുത്തിട്ട് ആൻറ്റിവനം ചെയ്തു എന്ന് പറഞ്ഞ് പൈസ പിടിക്കുന്ന ഒരു പരിപാടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്കെന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ ചാക്കിലാക്കുകയാണ്. മക്കളെ ചാക്കിങ് എടുക്കുക, മക്കളെ ചാക്കുണ്ടല്ലോ, ചാക്കിങ് എടുക്കും മക്കളെ. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ നല്ല ഒന്നാന്തരം ഒരു മുഴുത്ത പെണ്ണാളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ വീട്ടിൽ നായി കണ്ട് കുറച്ചപ്പോൾ അവർ ശ്രദ്ധിച്ച് കണ്ട നല്ല ഉഷാറായിട്ടുള്ള ഒരു പെൺ അണലി അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെയും നന്ദി, നമസ്തേ.